റിലേഷൻഷിപ്പിൽ നിങ്ങൾ അത്രയ്ക്ക് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുമ്പോഴായിരിക്കും ഓപ്പോസിറ്റ് നിൽക്കുന്നയാൾ ഔട്ട് ഓഫ് ദ ബ്ലൂ വന്നിട്ട് ബ്രേക്കപ്പ് എന്ന് പറയുന്നത്. കൂടെ ഒരു ഫിൻ പോയിന്റും നമുക്ക് ഫ്രണ്ട്സായിട്ട് കണ്ടിന്യൂ ചെയ്യാം. അവരില്ലാതെ ഫുഡ് കഴിക്കാനോ ശ്വാസം വിടാനോ ഇവൻ എഴുന്നേറ്റ് നിൽക്കാനോ പോലും കഴിയാത്ത അവസ്ഥയിൽ എത്തിയിട്ടുണ്ടായിരിക്കും നിങ്ങൾ. ഫ്രണ്ട്സായിട്ടെങ്കിലും ലൈഫിൽ കാണുമല്ലോ എന്ന് കരുതി യെസ് പറയാനായിരിക്കും മിക്കവർക്കും തോന്നുന്നത്. ചിലർ കരുതും ബാക്കിയുള്ളവർ ചെയ്തതുപോലെ അവരെന്നെ ഇൻസൾട്ട് ചെയ്തില്ല, ഗ്യാസ് ലൈറ്റ് ചെയ്തില്ല, ഗോസ്റ്റ് ചെയ്തില്ല, അവരുടെ ഡിസിഷൻ ഫേസ് ടു ഫേസ് നോക്കി കൺവേ ചെയ്തു. പക്ഷേ ഡിഡ് ദേ റെസ്പെക്ട് യുവർ ഇമോഷൻ? അവർ നിങ്ങളുടെ ഹീലിംഗ്സിനോ ഇമോഷൻസിനോ പരിഗണന തരാതെ അവർക്ക് ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള രീതിയിൽ ഓൾറെഡി ഹാബിറ്റായി പോയ നിങ്ങളുടെ അക്വൈൻറ്റൻസ് ഒറ്റയടിക്ക് ബ്രേക്ക് ചെയ്യാതെ അവർക്ക് മാക്സിമം ഇമോഷണൽ ഡാമേജ് ഉണ്ടാകാതെ അവരുടെ ഡ്രീം പാർട്ട്ണറിനെ തേടിപ്പോകുന്നു. ഇൻ ബിറ്റ്വീൻ ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ അവരുടെ ഡ്രീം പാർട്ട്ണറിനെ തേടിപ്പോകുന്നതും അവരുടെ ഡ്രീം പാർട്ട്ണറിനെ കണ്ടെത്തിയതുമായിട്ടുള്ള കഥകൾ അവർ നിങ്ങളോട് പറഞ്ഞിരിക്കും. ഓൾറെഡി ഹീൽ ആവാതെ ക്യാൻ യു ഹാൻഡിൽ ദാറ്റ്? ദേ ആർ സ്റ്റിൽ ചൂസിംഗ് ദംസെൽസ്. വാട്ട് അബൌട്ട് യു? Did you choose yourself? Or still, are you disrespecting yourself by respecting their decision? And what about your self-respect? So it is a high time to pick yourself, let yourself heal and move on with your life.